ബേത്ലഹേമിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുരുവും ശിഷ്യന്മാരും പ്രഭാത ധ്യാനത്തിലാണ്. ധ്യാനത്തിനിടയിൽ ഒരു ശിഷ്യൻ ഉറക്കെ നിലവിളിച്ചു, ഇവൻ ഇത്തവണയും എൻ്റെ പോക്കറ്റിൽ നിന്നും പണം മോഷ്ടിച്ചു. അവനെ പുറത്താക്കണമെന്നും അവനെ കൊല്ലണമെന്നും മറ്റു ശിഷ്യന്മാർ നിർബന്ധിച്ചപ്പോൾ ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, അവന് നമുക്ക് മാപ്പ് കൊടുക്കാം. എന്നാൽ ശിഷ്യന്മാർ എല്ലാവരും കൂടി പറഞ്ഞു, എത്ര പ്രാവശ്യമായി നമ്മൾ അവന് മാപ്പ് കൊടുക്കുന്നു? അവൻ വീണ്ടും വീണ്ടും തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനിനി മാപ്പ് കൊടുക്കരുത്, അവനെ പുറത്താക്കണം. അവൻ ഇവിടെയുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും പുറത്തു പോവുകയാണ്. ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. എന്നാൽ ദുർബലനായ എൻ്റെ ഈ കുഞ്ഞ്, അവന് ഞാനല്ലാതെ മറ്റാരാണുള്ളത്? ഗുരുവിൻ്റെ കരുണയിൽ ശിഷ്യൻ പ്രകാശിതനായി. തെറ്റ് ചെയ്യുന്ന കുട്ടികളെ മാത്രമല്ല, എല്ലാവരെയും ഈ പ്രകാശത്തിൽ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ബേത്ലഹേമിലേക്ക് യാത്ര പോകാം. യേശുനാമത്തിൽ സ്നേഹത്തിൽ നിന്ന്